Hi kids, welcome to a new class. എല്ലാവരും ഹാപ്പിയാണോ? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, മിസ്സും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഈ തവണ നമ്മുടെ ക്ലാസ് വീണ്ടും ഓൺലൈനിൽ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിലൊക്കെ വരാൻ കൊതിയാവുന്നുണ്ടല്ലേ? മിസ്സിനും സ്കൂളിൽ വരാൻ കൊതിയാവുന്നുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, പറ്റില്ല അല്ലേ? ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകാൻ പറ്റട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്റ്റാൻഡിങ് ലൈൻ അല്ലേ? സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചു അല്ലേ? ഈ സ്റ്റാൻഡിങ് ലൈൻ എന്തിനാ പഠിച്ചത്? ഈ സ്റ്റാൻഡിങ് ലൈനിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ? സ്റ്റാൻഡിങ് ലൈനിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഫ്രണ്ട്സിനെയും സ്റ്റാൻഡിങ് ലൈനൊക്കെ കൂടി ഒരുമിച്ചൊരു പേര് വിളിക്കുമല്ലോ. അതെന്തായിരുന്നു? റൈറ്റിംഗ് പാറ്റേൺസ്. എന്താണ്? റൈറ്റിംഗ് പാറ്റേൺസ്. എന്തിനാ നമ്മൾ ഈ റൈറ്റിംഗ് പാറ്റേൺസ് പഠിക്കുന്നേ? മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? റൈറ്റിംഗ് പാറ്റേൺസ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് നല്ലപോലെ ആൽഫബറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയാ. നല്ല നീറ്റായിട്ട് ആൽഫബറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയാണ് റൈറ്റിംഗ് പാറ്റേൺസ് പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ? അപ്പം നിങ്ങൾ ഓരോ ലെറ്റേഴ്സും എഴുതുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിലൊക്കെ എഴുതാൻ വേണ്ടിയാണ് നിങ്ങളെ ഇപ്പോൾ റൈറ്റിംഗ് പാറ്റേൺസ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം ABCD ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതൊക്കെ പഠിക്കണ്ടേ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്താലോ? റിവൈസ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചു. സ്റ്റാൻഡിങ് ലൈൻ വെച്ചിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ഡ്രോ ചെയ്തു അല്ലേ? ടാപ്പിൽ കൂടി വാട്ടർ വരുന്നത്, റെയിൻഫോൾ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് സ്റ്റാൻഡിങ് ലൈൻ പോലെ റെയിൻ വരുന്നത് പോലെ വരച്ചു. ഫ്ലവറിന് നമ്മൾ സ്റ്റെം വരച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളിതൊക്കെ പ്രാക്ടീസ് ചെയ്തോ? ഇനി ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്യാം കേട്ടോ. നമ്മൾ കുറേ പിക്ചേഴ്സ് വരച്ചു. നിങ്ങളെല്ലാവരും ആപ്പിളിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് മിസ്സിന് അയച്ചു തന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഡ്രോ ചെയ്ത പിക്ചേഴ്സൊക്കെ കാണാൻ. നിങ്ങൾ ഇനി ഇതുപോലെ പിക്ചേഴ്സൊക്കെ വരച്ച് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ മിസ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ മിസ്സ് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡിങ് ലൈൻ്റെ നെക്സ്റ്റ് കൂട്ടുകാരൻ ആരാ? സ്ലീപ്പിംഗ് ലൈൻ. സ്റ്റാൻഡിങ് ലൈൻ്റെ നെക്സ്റ്റ് കൂട്ടുകാരൻ ആരാണ്? സ്ലീപ്പിംഗ് ലൈൻ. അപ്പം നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ എന്താണ്, അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്, പിന്നെ അത് വെച്ചുള്ള കുറച്ച് ആക്ടിവിറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്ലീപ്പിംഗ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാൻഡപ്പ് ചെയ്തിരിക്കുന്ന ലൈനിനെയാണ് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ലീപ്പ് ചെയ്യുന്ന ലൈനിനെ എന്ത് പറയും? സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന പോലെ കിടക്കുന്ന ലൈനെയാണ് നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത്. എന്ത് ലൈനാണ്? സ്ലീപ്പിംഗ് ലൈൻ. എന്ത് ലൈനാണ്? സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പ് ചെയ്യുന്ന പോലെ കിടക്കുന്ന ലൈൻ സ്ലീപ്പിംഗ് ലൈൻ. ഇനി ഈ സ്ലീപ്പിംഗ് ലൈൻ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദാ ഇതുപോലെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് തൊട്ട് റൈറ്റ് വരെയാണ് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കേണ്ടത്. അതല്ലാതെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടല്ല കേട്ടോ. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മിസ്സിൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ നിങ്ങൾ. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് തൊട്ട് റൈറ്റ് വരെയാണ് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ വേണം ഡ്രോ ചെയ്യാൻ? നിങ്ങളുടെ പാരൻസിനോട് ഡോട്ട് ഇട്ട് തരാൻ പറയണം. എന്നിട്ട് നിങ്ങൾ ആ ഡോട്ടിൻ്റെ മുകളിൽ കൂടി ക്രയോൺസും കൊണ്ട്
ഡ്രോ ചെയ്ത് പഠിക്കുക. റഫ് ബുക്കിലാട്ടോ പഠിക്കേണ്ടത്. നിങ്ങളുടെ പാരൻസ് റഫ് നോട്ടിൽ ഡോട്ട് ഡോട്ട് ഇട്ട് തരും. അപ്പം നിങ്ങൾ ആ ഡോട്ടിൽ കൂടി ക്രയോൺസും കൊണ്ട് യൂസ് ചെയ്ത് ഡ്രോ ചെയ്യാം. നിങ്ങൾ നല്ലോണം ക്രയോൺസും കൊണ്ട് ഡ്രോ ചെയ്യാൻ പഠിച്ചിട്ട് മാത്രം പെൻസിൽ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് 1 പേജ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ സ്ലീപ്പിംഗ് ലൈൻ എഴുതാം. ഓക്കെ, ഇത് എല്ലാവരും നോക്കി. ഇതാ ഇവിടെ ഈ ഷിപ്പ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. ഷിപ്പ് പോകുന്നത് സ്ലീപ്പിംഗ് ലൈൻ പോലെയാണ് അല്ലേ? ഈ ഷിപ്പ് പോകുന്നത് സ്ലീപ്പിംഗ് ലൈൻ പോലെയാണ്. ഓക്കെ, ഇതാ ഈ ബോള് റോൾ ചെയ്യുന്നത് നോക്ക്. ഈ ബോൾ റോൾ ചെയ്ത് നോക്ക്. ബോൾ റോൾ ചെയ്യുന്നതും സ്ലീപ്പിംഗ് ലൈൻ പോലെയാണ് അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? ഇത് ഈ കാറ് പോകുന്ന നോക്ക്. ഈ കാറ് റോട്ടിൽ കൂടി പോകുന്നത് എങ്ങനെയാ? സ്ലീപ്പിംഗ് ലൈൻ പോലെ. ഇനി നെക്സ്റ്റ് എന്താ? ട്രെയിൻ. ഈ ട്രെയിൻ പോകുന്ന നോക്ക്. ട്രെയിൻ പോകുന്നതും സ്ലീപ്പിംഗ് ലൈൻ പോലെ തന്നെയാണ്. കണ്ടോ? അപ്പോൾ സ്ലീപ്പിംഗ് ലൈൻ്റെ എക്സാമ്പിൾസ് മിസ് കാണിച്ചു തന്നില്ലേ? സ്ലീപ്പിംഗ് ലൈൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു തന്നില്ലേ? അപ്പോൾ ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ഇതുപോലെ വേറെ എന്തെങ്കിലും സ്ലീപ്പിംഗ് ലൈൻ പോലെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് മിസ്സിനോട് പറയുക കേട്ടോ. ഇനി എന്താണ്? ഇനി നമുക്കൊരു കുഞ്ഞ് ആക്ടിവിറ്റി അല്ലേ? ഒരു കുഞ്ഞ് ആക്ടിവിറ്റി ഉണ്ട്. അതെന്താണ്? 2 പിക്ചേഴ്സ് വരയ്ക്കുക. നിങ്ങളുടെ പാരൻസിൻ്റെ ശ്രദ്ധിക്കുക കേട്ടോ. 2 പിക്ചേഴ്സ്, ഒരു പേജ് എടുത്തിട്ട് ആ പേജിൻ്റെ 2 സൈഡിലായിട്ട് 2 പിക്ചേഴ്സ് വയ്ക്കുക. കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വരച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെയുള്ള സ്മോൾ പിക്ചേഴ്സ് 2 സൈഡിലായിട്ട്. ഇപ്പോൾ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ 2 സൈഡിലും ഓരോ പിക്ചേഴ്സ് വെച്ച് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഡോട്ടഡ് ലൈൻ, ഈ പിക്ചേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുട്ടികളോട് ആ ഡോട്ടഡ് ലൈൻ ഇവിടെ ഇരിക്കുന്ന ഈ പിക്ചറിൻ്റെ അടുത്ത് നിന്നോട്ട് അപ്പുറത്തെ പിക്ചർ വരേക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുത്ത് ആ ഡോട്ടഡ് ലൈൻസ് ജോയിൻ ചെയ്യിപ്പിക്കുക. അതൊരു കുഞ്ഞ് ആക്ടിവിറ്റിയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്യുക. എന്നിട്ട് മിസ്സിനത് സെൻഡ് ചെയ്ത് തരിക. മിസ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അത് ആക്ടിവിറ്റി ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ ആ ആക്ടിവിറ്റി മിസ്സ് കാണിക്കാം കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ മിസ്സ് കാണിച്ചു തന്നില്ലേ? നിങ്ങൾ വരച്ച പിക്ചേഴ്സൊക്കെ മിസ്സ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ലേ? അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം മിസ്സ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് സ്ലീപ്പിംഗ് ലൈൻ പ്രാക്ടീസ് ചെയ്യുക, ആക്ടിവിറ്റീസ് ചെയ്യുക. പാരൻസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല നീറ്റായിട്ട് ആക്ടിവിറ്റിയൊക്കെ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം.